അങ്കമാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ അങ്കമാലി മേഖലാ കൺവെൻഷൻ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് KP ധനപാലൻ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ പതാക ഉയർത്തി സംസാരിച്ചു. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടം നമുക്ക് മാത്രമാണ് നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇവർ DA പ്രഖ്യാപിച്ചില്ലെങ്കിലും DA തന്നില്ലെങ്കിലും 2 മാസം കഴിയുമ്പോൾ കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും. അന്ന് കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ ഈ പടുകുടിയിൽ നിന്ന്, നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലാക്കി തൊഴിലാളിയുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെയും ആര്യാടൻ്റെയും കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശക്തമായ പ്രവർത്തനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളം മുഴുവൻ ഈ ഗവൺമെന്റിനെ ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് അതിന് കൂടെ പങ്കുവഹിക്കാം. ഡിവിഷൻ കൺവെൻഷൻ സിന്ദാബാദ്, KEC സിന്ദാബാദ്, INDC സിന്ദാബാദ്, KP ധനപാലൻ സിന്ദാബാദ്, K മുരളീധരൻ സിന്ദാബാദ്. ജീവനക്കാരെ ദുരിതത്തിൽ ആക്കിയ ഇടതുഭരണത്തിന് അറുതി വരുത്തണമെന്ന് KSEB INTUC ജീവനക്കാർ ആവശ്യപ്പെട്ടു. ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ വളരെയേറെ ദുരിതത്തിലാണ്. ഇതര ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരുടെ അവസ്ഥ ഇതുപോലെ തന്നെയാണെന്ന് ഇവർ പറയുന്നു. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ അങ്കമാലി മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിനും പിണറായി വിജയനും അറിയാം ഈ സർക്കാർ ഇനിയില്ല. അപ്പോൾ ഇനി വരാനിരിക്കുന്ന സർക്കാരിൻ്റെ തലയിൽ മുഴുവൻ ഈ ബാധ്യതകൾ വച്ച് കെട്ടാം എന്നുള്ളതാണ് DA കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനമെന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം KPSTയുടെ മീറ്റിങ്ങിലും അതുപോലെ തന്നെ മറ്റ് യൂണിയനുകളുടെ മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുത്തപ്പോൾ അവരും പറഞ്ഞത് ഇത് തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മുമ്പേ കഴിഞ്ഞ 5 വർഷക്കാലത്തിലധികം വലിയ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോയ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടം നടത്തി മുന്നോട്ട് പോയ സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാതെ അനുഭാവപൂർവമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോയ ഒരു സർക്കാരാണിത്. തൊഴിലാളി ജീവനക്കാരോട് അവരുടെ സംഘടനകളോട് വിളിച്ചൊരു ചർച്ച പോലും നടത്താനുള്ള സാമാന്യമായ മര്യാദ കാണിക്കാത്ത ഒരു സർക്കാരാണ്. ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല. അത്തരത്തിലുള്ള നടപടികൾ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. UDFൻ്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറ് എത്ര പ്രാവശ്യം എത്ര ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു അല്ലേ? എത്ര ചർച്ചയ്ക്ക്? ഈ മുഖ്യമന്ത്രിയുടെ കീഴിൽ നിങ്ങൾ എത്ര ചർച്ചയ്ക്ക് പോയിട്ടുണ്ടാവും അല്ലേ? ഒരു സ്ഥലത്തും ഒരു മന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു തരത്തിലുള്ള ഒരു ചർച്ചകളോ അത്തരത്തിലുള്ള സാമാന്യമായിട്ടുള്ള ഒരു ജനാധിപത്യ മര്യാദയോ പുലർത്താത്ത ഒരു 10 വർഷക്കാലത്തെ ഭരണകൂടമാണ് ഈ കടന്നുപോയത്. സംസ്ഥാന പ്രസിഡന്റ് KP ധനപാലൻ ഡിവിഷൻ ഓഫീസിന് മുൻപിൽ പതാക ഉയർത്തി സംസാരിച്ചു. അപ്പോൾ നമ്മളുടെ ഈ പ്രസ്ഥാനം നമ്മൾക്ക് ഇപ്പം ഇങ്ങനെയുള്ള ഓരോ കൺവെൻഷൻ വയ്ക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ദിശാബോധം അതുണ്ടാവാനും നമ്മളുടെ പ്രവർത്തനങ്ങളുടെ മികവ് ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ കൺവെൻഷൻ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇത്ര ഡെസിബിൾ വേണമെന്നൊന്നും ഈ KSEBയുടെ നമ്മുടെ ബോർഡ് ഓർഡറൊന്നും ഇറക്കിയിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ എത്ര വേണമെങ്കിലും ആകാം നമുക്ക് സൗണ്ട്. എന്നെ സംബന്ധിച്ചോളം ദിവസവും ഇനിയിപ്പോൾ മുദ്രാവാക്യം വിളി കുറയുമായിരിക്കും നമ്മൾ അധികാരത്തിലേക്ക് വരുവാണെങ്കിൽ. സമ്മേളനം സംഘടിപ്പിച്ച അങ്കമാലി ഡിവിഷൻ കമ്മിറ്റിക്ക് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ നന്മകളും നേരുന്നു, അഭിവാദ്യങ്ങളും നേരുന്നു.